അതിനെ രാഷ്ട്രീയമായിട്ട് കാണരുത്. മാണി സാറ് കേരളത്തിൻ്റെ ഒരു പൊതു സ്വത്താണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നേതാക്കന്മാരുടെ ജന്മദിനവും ചരമദിനമൊക്കെ ആചരിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. അതിനെ രാഷ്ട്രീയമായിട്ട് കാണാനും പാടില്ല. പിന്നെ മാത്രമല്ല, മാണി സാറ് ഇപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ ഒരു UDFൻ്റെ ഒരു മുഖമായിട്ടാണ് ഞങ്ങളിപ്പോഴും കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിലും മാണി സാറിനെ ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ ഒരു ഫേസ് ആയിട്ടാണ് കാണുന്നത്. അല്ല, അത് ഒരു മുന്നണിയിലുള്ളൊരു പാർട്ടിയെ അവരുടെ ക്രെഡിബിലിറ്റി നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അവരൊരു മുന്നണിയിൽ നിൽക്കുന്നു, അതിന് ഒരിക്കലും അതിന് വേറൊരു നിറം അങ്ങനെ അവരെ ക്ഷണിച്ച് അവമാനിക്കരുത്. ഉണ്ട്. ഇന്ന് അധികം ഞങ്ങളുടെ പരിപാടിയിലൊക്കെ പങ്കെടുത്തിരുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇല്ല, അത് സത്യം പറഞ്ഞാൽ ഇന്ന് പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ശരിയല്ല. കാരണം ഒരു ഓട്ടൺ അക്കൗണ്ടായിട്ടാണ് അവതരിപ്പിക്കേണ്ടത്. കാരണം ഇത് 6ാമത്തെയാണ്. 5 ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ. പക്ഷെ 6ാമത്തെ ഒരു ഓട്ടൺ അക്കൗണ്ടായിട്ടാണ് സാധാരണ പാർലമെന്റിലൊക്കെ ചെയ്യാറുള്ളത്. ഇനി ഒരു മാസമേ ഉള്ളൂ. അടുത്ത മറ്റന്നാൾ ഫെബ്രുവരി 1 കൃത്യം 31 ദിവസം ഇലക്ഷൻ പ്രഖ്യാപിക്കും. പിന്നെ എന്ത് ചെയ്യാനാ? ഇതൊരു ഓട്ടൺ അക്കൗണ്ടായിട്ട് അവതരിപ്പിക്കേണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കണ്ടൻസിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നടപ്പാക്കാത്ത ബഡ്ജറ്റാണ്. പദ്ധതികൾ എന്താണെന്ന് പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കും. ഞാൻ പറയാം, വ്യക്തമായിട്ടുള്ള DPRോട് കൂടിയിട്ടുള്ള ഏത് പദ്ധതി വന്നാലും അത് നാടിന്റെ വികസനത്തിനായി ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ സിൽവർ ലൈനിൽ അങ്ങനൊരു DPR ഉണ്ടായിരുന്നില്ല. അതാണ് ഞങ്ങൾ എതിർത്തത്. എന്താണ് ഏത് പദ്ധതി വന്നാലും, കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും, റെയിലിലെ അതിവേഗ റെയിൽ വരണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പക്ഷെ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കഴിയുന്നത്ര ഒഴിവാക്കിക്കൊണ്ടായിരുന്നു. അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ മത്സരിക്കണോ വേണ്ടത് എന്റെ പാർട്ടിയാ തീരുമാനിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.